നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യം കിട്ടിയത് ലവ് ബോംബിംഗ് ആണോ അതോ കുറ്റപ്പെടുത്തലുകളാണോ? നമസ്തേ, ദോസ് ഹു ആർ ന്യൂ ഹിയർ, ഐ എം ഡോക്ടർ സൂസൻ കോരത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പുതിയ ടെക്നിക്കാണ് നാർസിസിസ്റ്റ് യൂസ് ചെയ്യുന്നത്, വോംത് ആൻഡ് റാത്ത് ഓഫ് എ നാർസിസിസ്റ്റ്. ഈ ടെക്നിക്കിൽ എന്താണെന്നും എങ്ങനെയാണ് എപ്പോഴാണ് അവർ യൂസ് ചെയ്യുന്നതെന്നും വാട്ട് ഹാപ്പൻസ് ടു ദ വിക്ടിം എന്നും അവർ ഈ ടെക്നിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാമെന്നുമാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നമ്മൾ ചിലരെങ്കിലും ഈ നാർസിസിസ്റ്റ് റിലേഷൻഷിപ്പിലുള്ളവർ എന്നോട് ചില ക്ലയൻസ് ഒക്കെ പറയാറുണ്ട്, എനിക്ക് ലവ് ബോംബിംഗ് അല്ല ആദ്യം കിട്ടിയത്, എനിക്ക് കിട്ടിയത് ഭയങ്കരമായ കുറ്റപ്പെടുത്തലുകളാണ്. അതായത് ഞാൻ നിന്നെ ശരിക്കും കണ്ടായിരുന്ന ഞാൻ കല്യാണം കഴിക്കത്തില്ലായിരുന്നു, പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്, അല്ലെങ്കിലും എനിക്കിങ്ങനെ ഒരു പെണ്ണായിരുന്നില്ല എൻ്റെ മനസ്സിലെ സങ്കല്പം. അത് തിരിച്ചും ആണിനോടും ഒക്കെ പറയാം കേട്ടോ. അതുപോലെ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, നിനക്ക് സോഷ്യലി പെരുമാറാൻ അറിയില്ല, നീ കുറച്ച് പഠിച്ചിട്ടെന്നുള്ളതേ ഉള്ളൂ, വേറൊരു കഴിവുകൾ നിനക്കില്ല. പിന്നെ അവർ ചിലപ്പോൾ നമ്മളോട് ജോലിക്ക് പോകുന്ന കാര്യത്തിലൊക്കെ പറയും, നിനക്ക് ജോലി സ്ഥലത്ത് പോയാൽ നിനക്ക് എങ്ങനെ പെരുമാറുന്ന അറിയാവോ, എൻ്റെ വീട്ടിലെ വീട്ടുകാരോട് നിനക്ക് പെരുമാറാനായിട്ട് അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെ, എനിക്ക് എൻ്റെ വീട്ടിൽ ചേരില്ല, അങ്ങനെയാണ് ഇങ്ങനെ. അതുപോലെ ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ ഭയങ്കരമായിട്ട് താത്തും ആദ്യത്തെ സമയത്താണ് അവരങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളോട് പറഞ്ഞ ആ കുറ്റപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നത് പോലെ അവർ ചെയ്യും. അതായത് ഞാൻ കൂടെയുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ടെൻഷൻ വേണ്ട, ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്കിതെല്ലാം ചെയ്തു പോകാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലേക്കാകും. അപ്പോൾ ആദ്യമേ ഒരു റാത്ത് തരും നമുക്ക്. അപ്പം റാത്ത് ഇങ്ങനെ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് നമ്മളോടുള്ള ദേഷ്യം, നമ്മളെ ഇഷ്ടമില്ലായ്മ, നമ്മളോടുള്ള ഒരു വെറുപ്പ്, അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മളെ തീരെ ഇഷ്ടമില്ല. അപ്പം നമ്മളോട് തീരെ ഇഷ്ടമില്ലാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരിക്കും. ഞാനിവിടെ ആൺ പെൺ എന്നുള്ള രീതിയിലേക്ക് പറയുന്നില്ല, രണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ ഡിഫറൻസ് എടുത്തോളുക നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയായിരിക്കും, നല്ലപോലെ പഠിച്ച പെൺകുട്ടിയായിരിക്കും, നല്ലപോലെ പെരുമാറാൻ അറിയുന്ന പെൺകുട്ടിയായിരിക്കും, ഇതെല്ലാം ആയിരിക്കും. പക്ഷേ ഈ നാർസിസിസ്റ്റിക് ആയിട്ട് ആളുകൾക്ക് അവരുടെ മുകളിലായിട്ട് ഒരാൾ വരുന്ന ഇഷ്ടമില്ല. അവരുടെ വാലിഡേഷൻ, അവരുടെ ഇമ്പോർട്ടൻസ് ഒന്നും അവർക്ക് പറ്റത്തില്ല. പിന്നെ അവരുടെ കൺട്രോളിൽ തന്നെ നിൽക്കണം. ആ കൺട്രോളിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു ഡിപ്പെൻഡൻസി, ഭയങ്കരമായിട്ടുള്ള ഡിപ്പെൻഡൻസി ഫോം ചെയ്യും. പിന്നെ ഒരു ഫിയർ, കാരണം ആദ്യം കയറുന്ന ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ നമ്മളോട് പറയാണ് നമ്മൾ ശരിയല്ല, നമ്മൾ കൊള്ളത്തില്ല, പിന്നെ അവരുടെ ഒരു ദയയിലാണ് നമ്മളെ അങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നൊക്കെ വന്ന് പറയുമ്പോഴത്തേനും, അതല്ലെങ്കിൽ ആദ്യമേ തന്നെ ചീത്ത വിളിക്കും. ചിലരൊക്കെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മളെ ഒരുമാതിരി ഒന്നുമില്ല ഭയത്തിൽ, അല്ലെങ്കിൽ ഇവരുടെ കരുണയിലാണ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത്, ഒരു വിവാഹ ജീവിതം വന്നിരിക്കുന്നത്, ഇതിനെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്കിഷ്ടമുള്ള രീതിയിൽ അവരുടെ അഭിപ്രായം മാറ്റുന്ന രീതിയിൽ ഞാൻ ആകണമെന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി ഈ വിക്ടിമിൻ്റെ ഉള്ളിനകത്തേക്ക് വരും, ഈ വ്യക്തിയുടെ. അപ്പം ഇവരെങ്ങനെയത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ലവ് ബോംബിംഗ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ പറയും നാർസിസിസ്റ്റ് സാധാരണ ലവ് ബോംബിംഗ് ചെയ്യും എന്ന് പറയും. പക്ഷേ ഇവർ ആദ്യം റാത്താണ് ചെയ്യുക. അതായത് നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശമാക്കുന്ന രീതി, നമ്മുടെ എല്ലാ കോൺഫിഡൻസിനെയും ഇങ്ങനെ വെട്ടി അല്ലെങ്കിൽ ചവിട്ടി അരച്ച് കളയുന്ന രീതിയിലേക്കായിരിക്കും ഇവർ പെരുമാറുക. അങ്ങനെ അവർക്കത് നമ്മൾ ആ ഒരു ലെവലിലേക്കായി എന്ന് വരുമ്പോൾ എന്താ അവർ ചെയ്യുന്നത്? അങ്ങനെയാണ്. എവിടെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബിഗിനിങ് ഓഫ് ദ റിലേഷൻഷിപ്പിലാണ് റാത്ത് അവർ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അങ്ങനെ എന്ന് കരുതി കഴിയുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പതുക്കെ വാംതു തരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ ഞാൻ എന്തൊക്കെയോ ചെയ്തത് നല്ല രീതിയിൽ വന്നു, പുള്ളിക്ക് ഇഷ്ടമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേന് അയാളോട് നമ്മൾക്ക് വിധേയത്വം വരും. കണ്ടോ, അപ്പം എന്നെ ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പലതരം കുറ്റങ്ങളുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെയൊക്കെ നോക്കി. നമ്മൾ ഓവറായിട്ട് പെർഫോം ചെയ്യും, ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും അവിടെ. കാരണം നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ നമ്മൾ അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ വിചാരം എന്ന് പറയുന്നത്, അയ്യോ അയാൾക്ക് ഇഷ്ടമായി, ഇനി എനിക്ക് പ്രശ്നമൊന്നും വരത്തില്ല എന്നുള്ള രീതിയിലേക്ക് അവർ ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ വിക്ടിമായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാമത്തിലേക്ക് വേണ്ടിയിട്ട് ഈ റാത്ത് പറയുമ്പോൾ നമ്മൾ പറയും ഓക്കെ, ഇപ്പം തേണ്ട ഒരു റാത്ത് വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാനിനി അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ ഒതുങ്ങി നല്ല രീതിയിൽ ഞാൻ ചില ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും നമുക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ട്, നീയൊക്കെ ഇതിട്ട് കേട്ടാ എന്ത് കോലമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ ഡ്രസ്സൊക്കെ മാറി ആ രീതിക്ക് നല്ല രീതിക്കുള്ള അവരുടെ രീതിക്ക് അവർക്ക് പറ്റുന്ന രീതിക്ക് നിൽക്കുന്നു. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാൾ ഉണ്ടാക്കുന്ന, അവർ അമ്മ ഉണ്ടാക്കുന്നോ പെങ്ങളുണ്ടാക്കുന്നോ ഏതെങ്കിലും രീതിയിലായിരിക്കും പറയുന്നത്. ചിലപ്പോൾ അവർ നിനക്കൊക്കെ ഒന്ന് യൂട്യൂബിൽ നോക്കിയെങ്കിലും പഠിച്ചുകൂടെ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ വേഗം അത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഒരു വിക്ടിം എന്ന് പറയുന്ന ആൾ എപ്പോഴും ഇങ്ങനെ ആ വാമത് കിട്ടിക്കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുകയും വാലിഡേഷനും ആ വാമതിൽ ഓക്കെ എനിക്ക് അങ്ങനെ ഒന്ന് കിട്ടി, ഞാൻ അപ്രൂവ്ഡ് ആയി. അപ്പോൾ എപ്പോഴും ഒരു നാർസിസിസ്റ്റിക് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ ജീവിതം പോകുന്നത്. എന്നിട്ട് അവർ ഈ കുറ്റപ്പെടുത്തൽ റാത്ത് വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ പോവും. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ സാരയില്ല പോട്ടെ, നമുക്ക് നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് വരുന്ന രീതിയിലും ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ട് നിനക്ക് ശരിയാക്കി തരാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെയാണ് ആളുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവർ മിക്കവാറും നല്ലപോലെ സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ നമ്മളെ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തലും ബ്ലെയിമിങ്ങും ഒക്കെ ആയിരിക്കും. എന്നിട്ട് പിന്നെ നമുക്കൊരു കംഫർട്ടും വാംതും പ്രദാനം ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർ. അപ്പോൾ ഇവരെ നമ്മൾ സാധാരണ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇവർ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ മോശപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. ഇതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്കുണ്ടായിരിക്കണം, നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. അയാൾ പറയുന്ന പോലെയാണോ ഞാനേ അല്ലല്ലോ. ഇനിയിപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ് നിന്നെ ഞാൻ കെട്ടിയത് ഞാൻ ശരിക്കും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, അമ്മ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയണം ഇതെന്താ അങ്ങനെ പറയാനായിട്ട് കാര്യം, എന്നെ എന്താ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു, അന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞാലോ കണ്ടതാണല്ലോ പിന്നെ സംസാരിച്ചതാണല്ലോ. നമ്മൾ അതൊന്ന് റീപ്ലേ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ പറയണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് ആദ്യമേ തന്നെ പറയണമായിരുന്നു, അല്ലാതെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല ഇങ്ങനത്തെ സംഗതികളൊന്നും പറയേണ്ടത്. ഇനി കല്യാണം കഴിഞ്ഞ് ഇയാൾക്ക് പറ്റിയില്ലേ, ആ നിമിഷം നമുക്ക് ഇത് കല്യാണം കൊണ്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇയാൾക്ക് ഇത്രയേറെ പ്രശ്നമാണെങ്കിൽ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ഓക്കെ വി ഡോണ്ട് മൈൻഡ്, നമ്മളെ അങ്ങ് മാറ്റിയേക്കൂ എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതായത് നമുക്ക് നല്ല സ്ട്രോങ് സെൽഫ് എസ്റ്റീം വേണം. അതുപോലെ നല്ല കോൺഫിഡൻസും ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും നല്ല സ്ട്രോങ് സെൽഫ് എസ്റ്റീം വേണം. ഞാൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നല്ല ഓട്ടോണമി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ആരുടെ മേലിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. എൻ്റെ നന്മ എനിക്കറിയാമല്ലോ, അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എൻ്റെ നന്മ ഞാൻ അറിയേണ്ടത്. അപ്പോൾ എൻ്റെ നന്മയും എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുകളും എങ്ങനെ ജീവിക്കണം എന്നുള്ളതും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഞാൻ. അതല്ലാതെ എനിക്കെങ്ങനെ ജീവിക്കാൻ അറിയാമല്ലോ, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാണ് ഞാൻ ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ എന്തെങ്കിലും അഡ്വൈസിലും അവർ പറയുന്ന മോട്ടിവേഷനിലും ഒക്കെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഗതി ശരിയായി വരത്തില്ല. അപ്പം നമ്മുടെ ഓട്ടോണമി, സ്വതന്ത്രമായി ചിന്തിക്കാനും അല്ലെങ്കിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ കാര്യങ്ങളെ മനസ്സിലാക്കാനും അറിയാനും ഡിസിഷൻ എടുക്കാനും ഒക്കെ നമുക്ക് പറ്റണം. അതുപോലെ നമ്മുടെ ഏജൻസിയും നല്ലപോലെ ആയിരിക്കണം. അതായത് നമുക്കൊരു കാര്യത്തിൽ ഏതൊക്കെ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാലും അവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിയെടുക്കാനുള്ളൊരു കപ്പാസിറ്റി, പെട്ടെന്ന് കേൾക്കുമ്പോഴേ തളർന്നൊന്നും പോകാതെ ഒക്കെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതിനെ ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പം നമ്മൾ അവിടെ വേണമെങ്കിൽ അയാളുടെ അമ്മയോടോ പെങ്ങളോടോ ഒക്കെ ഇയാൾ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് ചോദിക്കാം. നമുക്ക് ഒരുവിധം കോൺഫിഡൻ്റ് ആയ ആൾക്കാർ അങ്ങനെയൊക്കെ ചോദിക്കും. അതല്ലെങ്കിൽ വീട്ടിൽ അമ്മയോട് ചോദിക്കും, അച്ഛനോട് ചോദിക്കും, എല്ലാവരും ചോദിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇഷ്ടപ്പെടാതെയാണോ എന്നെ കല്യാണം കഴിച്ചത്, ആർക്കെങ്കിലും ഇതൊക്കെ അറിയാവോ, ഇയാളിപ്പോൾ എന്നോട് പറയുന്നത് ഇങ്ങനെയാണെന്ന് ആരോടെങ്കിലും ഒക്കെ നമ്മൾ ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചോദിക്കാതെ പേടിച്ചിരിക്കുമ്പോഴാണ് ഇവരെപ്പോഴും ഇങ്ങനെ നമ്മുടെ മുകളിൽ കയറി നമ്മളെ ഇങ്ങനെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇൻറ്റൻഷണൽ സെൻസറി ഇൻപുട്ട് എടുക്കുക. അതായത് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള നമ്മൾ ഒരു സെൻസറി അല്ലെങ്കിൽ സെലക്റ്റീവായിട്ടേ നമ്മൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് ഈ സാധനങ്ങളെ കൊടുക്കത്തുള്ളൂ. അയാൾ പറയുന്ന അവിടെ വെച്ച് തന്നെ ഫേസ് വാല്യൂവിൽ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാമല്ലോ നമ്മൾ എന്താണെന്നും ഏതാണെന്നും. അപ്പോൾ അയാളോട് കറക്റ്റായിട്ട് നമ്മൾ പറയും, അയാൾ ബുദ്ധിമുട്ടി നമ്മളെ അങ്ങനെ കല്യാണം കഴിച്ച് നമ്മളെ സഹായിക്കേണ്ട, അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നുള്ള ആ കോൺഫിഡൻസിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻറ്റൻസിയുടെ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലേ, നമ്മൾ ഈ മാനിപ്പുലേഷൻ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇത് എത്രമാത്രം ഹൈ ആയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം സിവിയർ ആയിട്ട് അല്ലെങ്കിൽ മാലിഗ്നൻ്റ് ആയിട്ട് പോകുന്നുള്ളത് നോക്കണം. ചിലർ
മാസങ്ങളോളം വർഷങ്ങളോളം ഇത് പോവും, സൈലന്റ് ട്രീറ്റ്മെൻറ്റിൽ പോവും. ചിലർ ഗോസ്റ്റിംഗ് നടത്തും, ചിലർ നല്ല രീതിയിൽ നമ്മളെ റിജക്റ്റ് ചെയ്യും. നമ്മളെ ചിലപ്പോൾ ജോലിക്ക് വിടാതെ നീയൊക്കെ അവിടെ ചെന്നിട്ട് എന്നാ എടുക്കാനാ എന്ന് പറഞ്ഞിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് എഴുത് ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ ആ എക്സാം എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ പഠിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തരും. ഇങ്ങനെയാണ് ഇവർ നമ്മളെ ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാംത് ആൻഡ് റാത്ത് എന്ന് പറയുന്നത് ഇവരിങ്ങനെ മിക്സ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. നമുക്കെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തലും ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യും. പിന്നെ നമുക്ക് നമ്മളെ നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ വരുമ്പോഴത്തേനും ഇതൊക്കെ കിട്ടുമോ, നീയൊക്കെ ചെയ്താൽ കിട്ടുമോ, എങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പോയിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചോ എടുത്തോ ഒക്കെ ഒന്ന് എഴുതാനായിട്ട് നോക്കുകയാണെങ്കിൽ എഴുതി കഴിഞ്ഞ് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വാംതായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് പസിഫൈ ചെയ്യും, നമ്മളെ സമാധാനിപ്പിക്കുക. പോട്ടെ, അത് സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ. അപ്പോൾ ഈ വാംത്തിലും റാത്തിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മറിഞ്ഞും വരുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെയാണ് നമ്മളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ ബൗണ്ടറീസ് എല്ലാം നല്ലപോലെ സെറ്റ് ചെയ്യണം. ഇവിടെ എല്ലാം എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ല, നമ്മളുടെ സേഫ്റ്റി, നമ്മളുടെ പീസ്, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ പ്രോഗ്രസ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് നമ്മളെല്ലാം നോക്കേണ്ടത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ, നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ് ആൻഡ് നെവർ സെൽഫ് അബ്യൂസ്. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.